അതിനു മുമ്പ് ഒരു പ്രതികരണം കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് പോളിംഗ് സമയം ഔദ്യോഗികമായി അവസാനിച്ച ആ സ്പോട്ടിലാണ് ഈ പോസ്റ്റ് വന്നതെന്ന് ഏറ്റവും ശ്രദ്ധേയമാണ്. 22 മിനിറ്റ് മുമ്പ് പോസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. അതിൽ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ ചിത്രസഹിതമാണ് ആ പോസ്റ്റ്. അതിൽ ഇങ്ങനെ പറയുന്നു: വടക്കുംനാഥിന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ, പാലക്കാട് വിജയം NDAക്ക്, 3ാം സ്ഥാനത്ത് UDF എന്നാണ് കെ സുരേന്ദ്രന്റെ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് വിജയം NDAക്ക്, 3ാം സ്ഥാനത്ത് UDF. അതെ, അത് സന്ദീപ് വാര്യറിന്റെ പോക്കിന്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ ഇട്ട പോസ്റ്റ് നമുക്ക് കാണാം. ഏതായാലും നമുക്ക് അറിയില്ല ജനവിധി എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അതേസമയം തന്നെ പോളിംഗ് രേഖപ്പെടുത്താൻ അവസരം കിട്ടിയില്ല എന്ന ആക്ഷേപവുമായി, ആ വിഷമവുമായി നിൽക്കുന്ന വോട്ടർമാരുണ്ട്. അവർ ഗേറ്റ് തങ്ങൾ എത്തുമ്പോഴേക്കും അടച്ചു, പോളിംഗ് നേരത്തെ തുടങ്ങിയിരുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ കിഴക്കേത്തറയിൽ നിന്ന് വിപിൻ സി വിജയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് സ്ഥിതി, പറയൂ. കിഴക്കേത്തറ LP സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോഴും ഒരു നീണ്ട നിര കാണാം. 150ഓളം ആളുകൾക്കാണ് ടോക്കൺ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 143ാമത്തെ ബൂത്താണിത്. രാവിലെ മുതൽ തന്നെ ഒരു തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 1400ഓളം ആളുകളുള്ള ഒരു ബൂത്താണ്, അത്രയും വോട്ടർമാരുള്ള ബൂത്താണ്. അതിലിപ്പോൾ ഒരു 900 to 1000 ഇടയിലാണ് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും ഈ ക്യൂവിലാണ്. വളരെ മന്ദഗതിയിലാണല്ലേ വോട്ടിംഗ് നടക്കുന്നത്? വളരെ സ്ലോ ആണ്. ആദ്യമായിട്ടാണ് ഇത്ര ക്യൂ നിൽക്കുന്നത്, ഇതുവരെ നിന്നിട്ടില്ല. ഞാൻ വന്നതും വോട്ട് ചെയ്ത് പോണ ആളാണ്. അതിനൊക്കെ അനുസരിച്ചിട്ട് എത്ര സമയമായി നിൽക്കുന്നു? ഇപ്പൊ ഞാൻ 1 മണിക്കൂറിന് കഴിഞ്ഞു. പക്ഷെ സമയം കൂടുതലാണ്. വിഷമമുണ്ട്. തിരിഞ്ഞു പോകാൻ നിൽക്കുകയായിരുന്നു, പിന്നെ അവരൊക്കെ നിർബന്ധിച്ചപ്പോ അങ്ങനെ നിൽക്കണം. വോട്ട് ചെയ്തിട്ട് പോവാം, ചെയ്തിട്ട് തന്നെ പോകുള്ളൂ. അതെ, നമ്മൾ ഇന്ത്യക്കാരനാണെന്നുള്ളതിന് ഇതല്ലേ ഉള്ളു തെളിവ്. അപ്പൊ അതത്ര തന്നെ. ഇന്ത്യക്കാരനാണെന്നുള്ളതിന് ഇതെല്ലാം ഒരു തെളിവെന്നല്ലേ? അതെ, ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. നമുക്ക് വോട്ട് ചെയ്തിട്ട് വോട്ട് ചെയ്യണം, നമ്മുടെ അവകാശം കൂടിയാണ്. ഞാൻ ഒരു മണിക്കൂർ മേലായി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നാണ്, വർക്ക് ഒഴിവാക്കിയിട്ട് വന്നാണ്. തൃശ്ശൂരിൽ നിന്ന് വോട്ട് ചെയ്യാനായിട്ട് പാലക്കാട് വന്നാണ്. വോട്ട് ചെയ്തിട്ട് വന്നത്. സാധാരണ ഈ 4 മണി കഴിഞ്ഞാൽ പിന്നെ തിരക്കൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ആ സമയത്ത് ഞാൻ വൈഫുണ്ട്, വൈഫ് അപ്പുറത്തൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ സിസ്റ്റം സ്ലോ പറഞ്ഞു. രാവിലെ തൊട്ട് സ്ലോ ആണെങ്കിൽ ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ സിസ്റ്റം സ്ലോ എന്നുള്ളതാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു മന്ദഗതിയിലാണ് വോട്ടിംഗ് പുരോഗമിക്കുകയും ചെയ്യുന്നത്. സ്ത്രീകളുടെ ക്യൂവും ഉണ്ട്, അതുപോലെ സ്ത്രീകളും പുരുഷന്മാരുടെ ക്യൂവും ഒരുപോലെ ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 7:30-8 മണിയോട് കൂടിയേ ഇത് തീരുകയുള്ളൂ, ഈ ബൂത്തിലേത് തീരുകയുള്ളൂ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഉള്ളത്. അപ്പോൾ പതുക്കെയാണല്ലേ പതുക്കെ വന്നത്. ഇപ്പോഴും തിരക്ക് ഉള്ളത് കാണുമ്പോൾ വൈകുമെന്ന് വിചാരിക്കണോ? 7-8 മണിയാവുമെന്ന് വിചാരിക്കും. എത്ര സമയമായി? രാവിലെ ചെയ്യാമായിരുന്നല്ലേ? ഇല്ല, 2 പ്രാവശ്യം.